ഞാൻ പ്രണയത്തെക്കുറിച്ച് അമ്മയെ പ്രണയിക്കുന്നില്ലെന്ന് പറഞ്ഞതേ വലിയ വാർത്തയായി. മറ്റേ എന്റെ ഓഫീസിലുള്ള കുറെ പേര് വരെ പറഞ്ഞു നിന്റെ അച്ഛൻ അമ്മയെ പ്രണയിക്കുന്നില്ലല്ലേ. ആൾക്കാർ ചെയ്ത് വിളിക്കുകയും ചിലർ നല്ലത് പറയുകയും അങ്ങനെയാണെന്ന് പറയുകയൊക്കെ ചെയ്തു. മുഴുവൻ ആരും കേൾക്കത്തില്ലല്ലോ. അപ്പം ഇന്നത്തെ വിഷയം നമുക്ക് പ്രണയം സംസാരിക്കാം അല്ലേ? പ്രണയമായിരുന്നു. ഞാൻ നമ്മള് സിനിമയെ പറ്റിയാ പറയാൻ വന്നത്. ആദ്യം പ്രണയത്തിലൂടെ നമുക്ക് സിനിമയിലേക്ക് കയറാം അല്ലേ? നമ്മൾ ഈ ഒരു സംസാരത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ ഇപ്പം ലോകം മുഴുവൻ ഹിറ്റായി നിൽക്കുന്ന ഒരു സിനിമയാണ് ഒബ്സഷൻ. ലോകത്തിലെ ഇത്ര ലോ ബജറ്റ് ആയിട്ടൊരു സിനിമ ഇത്രമാത്രം ഹിറ്റ് ആകണമെങ്കിൽ അതായത് 7 കോടി രൂപ, ഇന്ത്യൻ 7 കോടി രൂപയ്ക്ക് അടുത്തെടുത്തൊരു സിനിമ. എന്നിട്ട് ചെറിയ സിനിമ എന്തുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്ര ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു വികാരമുണ്ട്, ഒബ്സഷൻ അല്ലേ? ഒബ്സഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്തോ ഒരു കാര്യത്തോട് എനിക്ക് അമിതമായ ഒരു ആസക്തി തോന്നുന്ന ഒരു അത് എന്റേതാകണമെന്ന് കരുതുന്നിടത്ത് ആ സിനിമ കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നി? ഇപ്പൊ നമ്മുടെ 2 തലമുറയായിരിക്കുന്നത്. നിന്റെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ലോകത്തോട് ആ സിനിമ സ്വീകരിച്ചു, എന്റെ ഒരു പ്രായത്തോട് നടക്കുന്നവർക്ക് ആ സിനിമ വളരെയധികം കണക്ട് ആയി. പക്ഷെ ഇത് യങ്സ്റ്ററും ഓൾ ജനറേഷനും അങ്ങനെ പറയുന്നേക്കാളും അപ്പുറം ഇത് ഏത് ജനറേഷനിലും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്, അതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ഒരു സ്വാർത്ഥമായ ഒരു ആഗ്രഹം കൊണ്ട് ഫേസ് ചെയ്യപ്പെട്ട ഓരോ ക്യാരക്ടേഴ്സിന്റെ മൂവ്മെന്റ് എല്ലാവർക്കും ടച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും എവിടെങ്കിലും ആ ഒരു ക്യാരക്ടറായിട്ട് ലൈഫ് ജീവിച്ചേക്കാം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എന്താ പറയുന്നത് മറ്റേ സാധനമില്ലേ, വൺ വിഷ് വില്ലോ, അത് കണ്ടപ്പോ അതായത് ഒരു സാധാരണമായിട്ടുള്ള ഒരു ക്യാരക്ടർ, എന്താ അദ്ദേഹത്തിന്റെ പേര് ബിയർ അല്ലേ, പെൺകുട്ടി വിളിക്കുന്നത്. അപ്പൊ ഈ നിക്കിയോട് ഭയങ്കര അതെ ഭയങ്കര വൺ സൈഡ് ആയിട്ടുള്ള ക്രഷ്. ഇപ്പം പുള്ളിക്കാണെങ്കിൽ പറയാനും മേല, പക്ഷേ പുള്ളിയെ നിക്കിയെ സ്റ്റോക്ക് ചെയ്യുക, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പോവുക, പറയുന്നുമില്ല. ഇപ്പൊ പുള്ളിക്ക് ആ ഒരു വൺ വിഷ് വിലോ കിട്ടിയപ്പോഴത്തേക്കും പുള്ളി ഈ വൺ വിഷ് വിലോ എന്ന് പറഞ്ഞത് സിനിമ കാണാത്തവർക്ക് വേണ്ടിയാണ്. അതിനകത്ത് ഒരു പ്രത്യേക ഒരു സാധനമാണ്. ആ സാധനം മേടിച്ച് നമ്മുടെ തീവ്രമായ ആഗ്രഹത്തിൽ കൂടെ അത് ഒടിച്ചിട്ട് ആഗ്രഹം പറയുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. അതൊരു അന്ധവിശ്വാസമായിരിക്കാം, സെൽഫ് സെന്റേർഡ്. പക്ഷെ അത് ഹ്യൂമൻ നേച്ചർ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഹ്യൂമൻ നേച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും അവളെ യഥാർത്ഥ അവനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു പറയുമ്പോൾ എന്റെ ശൂന്യത ഫില്ല് ചെയ്യാനാവരുത്. അതെ, അൺകണ്ടീഷണൽ അല്ലേ എന്റെ ശൂന്യത. എന്നിൽ ഒരു ശൂന്യതയുണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഒരാളെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ആ സ്നേഹത്തിൽ നിന്നെ മനസ്സിലാക്കുകയാണ്. നീ നിന്റെ സ്വതന്ത്ര അല്ലെ നീ എന്നെ നമ്മൾ പ്രണയിച്ചു, അല്ലെ നീ ഒരു കാമുകിയെ പ്രണയിച്ചു, അവൾ ഇട്ടിട്ട് പോകുമ്പോഴും അവളെ പ്രണയിക്കുക, അവളെ സ്നേഹിക്കുന്നു, അവൾ പോട്ടെ, അവൾക്ക് എന്നെക്കാട്ടി ഇഷ്ടം മറ്റൊരാളെ എന്ന് പറയുന്നിടത്താണ് സ്നേഹം പൂർണ്ണമാകുന്നത്. അതെ, അച്ഛനെ പൂവിന്റെ എക്സാമ്പിൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഒരു പൂവിനെ കാണുന്ന സമയത്ത് ആ പൂവിന്റെ ഭംഗി കണ്ട് അത് ആസ്വദിച്ച് നിൽക്കുക, ആ പൂവോടെ നിൽക്കട്ടെ, അതിന്റെ എന്ത് ഭംഗിയാണ് കാണാൻ, നാളെയും കാണാം, ഞാൻ കാണുന്ന പോലെ ഒരുപാട് പേര് അതിനെ കാണട്ടെ എന്ന് പറയുന്ന നിൽക്കുന്നിടത്താണ് യഥാർത്ഥ പ്രണയം, യഥാർത്ഥ സ്നേഹം. പ്രണയവും സ്നേഹവും കൂടെ വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. പക്ഷെ ആസക്തി അതല്ല. ആ പൂവോടെ നിൽക്കട്ടെ, അത് എന്നിലേക്ക് വരണം, എന്റേതാണ്, അതവിടെ നിന്നാൽ മറ്റാരെങ്കിലും പറിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് ഞാൻ പറിച്ചെടുക്കും എന്ന് പറയുന്നത് വല്ലാത്ത ഒബ്സഷൻ ആണ് അല്ലേ? അതെ, അത് വാടിയും പോകും, പിന്നെ അതൊരു ആർക്കും ഉപയോഗമില്ലാതെ പോവാണ്. അതാണ് ഈ സിനിമ പറയുന്നത്. നിക്കി എന്ന് പറയുന്ന പെണ്ണിനോട് ആ പെണ്ണിന് ഒരിക്കലും അയാളോട് ഇഷ്ടം തോന്നിയിട്ടില്ല. അയാൾക്ക് ആ പെണ്ണിനോട് തോന്നിയ തീവ്രമായ ഒരു ആഗ്രഹം എങ്ങനെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇയാള് ചെന്ന ഈ ഒരു വൺ വിഷ് വിലോ എന്ന് പറഞ്ഞ ആ എക്യുപ്മെന്റ് എടുക്കുകയും അത് ഇവളെ വിചാരിച്ച് ഒടിച്ച് അത് എന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതുമാണ്. എന്തൊരു തീവ്രമായ ഒരു സിനിമയാണ് അല്ലേ? അതെ, അത് മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ആ നിക്കി എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെ ഒന്ന് മോചിപ്പിക്കും ഇതിൽ നിന്ന്, എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത് ഒരു രീതിയിലേക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്കുന്നില്ല, അതിന് എന്റെ കൂടെ നിന്നൂടെ എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. അത് സത്യത്തില് അന്ധമായിട്ട് നമ്മൾ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മനസ്സ് പറയും അല്ലേ, എനിക്കൊന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കുമോ? അതെ, അത് നന്നായിട്ട് ഇത് എക്സ്ട്രീമാണ് കാണിച്ചതെങ്കിൽ എല്ലാവരുടെ ലൈഫിൽ എവിടെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഫാക്ടറിൽ. അത് മേ ബി അച്ഛൻ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രണയമായിരിക്കാം, ഒരു ആംഗിളിലായിരിക്കും, ഒരു പെണ്ണിനോട് ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കിട്ടണം എന്നായിരിക്കാം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് പോകണം എന്നായിരിക്കാം. എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയ സാധനം നമ്മളിലേക്ക് കൊണ്ടുവന്ന ആ ഇഷ്ടം ഒരു പ്രശ്നമായി മാറാറുണ്ടല്ലേ? ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നമാകുമ്പോൾ വരുമ്പോ ആ പ്രണയം അവിടെ ഇല്ലാതാകുകയാണ്, ആ സ്നേഹം ഇല്ലാതാകുകയാണ്. ആ സിനിമ ടോട്ടൽ കണ്ടപ്പം സത്യക്ക് എന്താണ് തോന്നിയത്? അത് അതിന്റെ ഒരു യാത്ര, ഒരു ജംപ് സ്കെയർസ് ഒന്നും അതിനകത്തില്ല. അത് സീറ്റിൽ നിന്ന് ചാടി എണീറ്റ് പേടിച്ചു പോകുന്നു, ഹൊറർ ഇല്ല, ഒന്നുമില്ല. അതൊരു സിനിമ യാത്രയാണ് അല്ലേ? വളരെ സ്ലോയിലാണ് സിനിമ പോകുന്നത് അല്ലേ? ട്രീറ്റ് ചെയ്ത ആ ഒരു ലൈക്ക് എന്താ പറയുക, ആ ഒരു വാല്യൂവും ആ ഒരു മെസ്സേജും ആ ഒരു
സീക്വൻസും ഒക്കെ വളരെ രസമായിട്ട് എനിക്ക് തോന്നി. ഇപ്പം എൻ്റെ ഒരു പഴയ കാലത്ത് ഈ ഒരാളെ പ്രേമിക്കുക എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ഒരു ഒരു സാവകാശം കിട്ടും, ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുമായിരുന്നു. വല്ലാത്തൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. അതായത് ഞാനൊരു കത്തയച്ചു കാത്തിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അവൾ വരുന്നത് കാത്തിരിക്കണം എന്നൊക്കെ പറയുന്ന അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ അവളെയാണ് സ്നേഹിക്കുന്നത്. അവളെ കാണണം, അവിടെ കത്ത് കിട്ടണം, അവിടെ പ്രതികരണം അറിയണം, അവൾ എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയണം, ഇനി വേറെ വല്ല പ്രശ്നമുണ്ട്, അവൾക്ക് വേറെ പ്രണയമുണ്ട്. ഇത് വല്ലാത്തൊരു കാത്തിരിപ്പാണ്. പക്ഷെ ഇന്ന് ഒരു പെണ്ണിനെ അവളെ കാണുന്നത് അവിടെ ഡിജിറ്റൽ വേർഷനെയാണ് കാണുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ ആരെ ഫോളോ ചെയ്യുന്നു, അവളെ ലാസ്റ്റ് ആക്റ്റീവ് എപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ, അവിടെ മറ്റു കാര്യങ്ങൾ എന്താണ്, എല്ലാം ഒരു ഡിജിറ്റൽ. ആ ഒരു പെണ്ണിനെയോ ആ പ്രണയത്തെയോ സ്നേഹത്തെയോ ഇന്നത്തെ തലമുറ കാണുന്നില്ല. അതിപ്പോ എനിക്ക് മനസ്സിലാവും. നിനക്ക് എന്താ തോന്നുന്നത്? ശരിയാണ്. ഇപ്പൊ ചിലവര് എത്ര ഇപ്പം സ്റ്റോക്കിംഗ് എന്ന വാക്കൊക്കെ ഞാൻ ഇപ്പോഴും അറിയുന്നു. സ്റ്റോക്കിംഗ് വാക്ക് പൊതുവെ ഉണ്ട്. മറ്റേ ഇൻസ്റ്റഗ്രാമില് വേറെ ഗോസ്റ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട്, സ്പാം അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട്, സ്വന്തം അക്കൗണ്ടിൽ കൂടെ നോക്കത്തില്ല, വേറെ അക്കൗണ്ടിൽ കയറി ഓരോരുത്തരുടെ പ്രൊഫൈൽ കയറി നോക്കുക. പിന്നെന്താ ഏറ്റവും രസമായിട്ടുള്ളത്, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യും. എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പം ഇത്ര പോസ്റ്റ് ഇടുവാണെങ്കിൽ അവൻ അത്ര ശരിയല്ല, അല്ലെങ്കിൽ അപ്പൊ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കുറവാണ്, പ്രൈവറ്റ് അക്കൗണ്ട് ആണ്, നല്ല പയ്യൻ, അധികം പോസ്റ്റ് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്. പബ്ലിക് അക്കൗണ്ട് ആണെങ്കിലോ ഇവനാണെങ്കിൽ ഫോളോവേഴ്സ് കൂടുതലാണ്, ഇവൻ അത്ര ശരിയല്ല, ഇപ്പൊ കോഴിത്തരം കാണിക്കുന്നുണ്ട്, കുറെ പെൺപിള്ളേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് എടുത്ത് നോക്കുന്ന കുറെ ടൈപ്പ് ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മള് കാണുന്നത് വ്യക്തിയുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ല, അവിടെ ഡിജിറ്റൽ വേർഷനിലാണ്. അതെ അല്ലേ? പക്ഷെ ഒരു പരിധി വരെ നല്ലതല്ലേ, നമ്മള് കാലം മാറുമല്ലേ. ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ മറ്റേ ഈ ഒരു കാലത്ത് സിനിമ ഫിലിമിലായിരിക്കാം, അതിന് മുമ്പ് സിനിമ വേറെ രീതിയിലായിരിക്കും, സിനിമയെ കാണത്തില്ലായിരിക്കാം. അപ്പൊ അത് ഫിലിം മാറി ഡിജിറ്റലായി, ഇപ്പൊ ഡിജിറ്റൽ മാറി വേറെ എന്തെങ്കിലും ആയിരിക്കും ഫ്യൂച്ചറിൽ. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എന്തായാലും നടക്കത്തില്ലേ? ഒരു വിഷമം വരുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്തൊരു ആശ്വാസം. ഹഗ് എന്ന് പറയുന്ന ഒരു വികാരം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്ന ഒരു വികാരം, അത് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര ജനറേഷൻ ഗ്യാപ്പ് കഴിഞ്ഞാലും ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തതാണ് ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത്. മണ്ണിനെ തൊടാതെ മണ്ണിനെ അറിയാൻ പറ്റില്ല. തേനെന്ന് പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ ഒരു വാട്സപ്പിലെ മെസ്സേജ് അയക്കുകയാണ്, ഹണി ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ, ഹണി കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഡിജിറ്റൽ ട്രാൻസ്മിഷനിൽ ടേസ്റ്റ് അറിയില്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു എറ്റേണൽ ആണ്, അതിന് തലമുറകളില്ല. പക്ഷെ ഇന്നത്തെ തലമുറ വന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആവുന്നു ഈ ഡിജിറ്റൽ ലോകത്തിൽ. അത് അപകടമാണ്. ഈ ഒബ്സഷന്റെ ഒരു അതികാഠിന്യത്തിലേക്ക് പോവുകയാണ്. അതും ശരിയാണ്. ഇൻസ്റ്റാഗ്രാമിനോടുള്ള ഒരു തരത്തിലുള്ള ഒബ്സഷൻ തന്നെയാണെന്ന് വേണേൽ പറയാം. റീൽസ് നോക്കുന്ന ഒരു ഒബ്സഷൻ ആണെന്ന് വേണേൽ പറയാം. അപ്പൊ അതും ശരിയാണ്. പറഞ്ഞ ഒരു ഞാൻ പറയാൻ ശരിയാന്നുള്ളതല്ല, അതാണ് ഇപ്പൊ ഈ ജനറേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. പക്ഷെ ഒബ്സഷൻ എന്ന സിനിമയും ഇപ്പൊ കണ്ടില്ല, അത് യാത്ര ചെയ്ത് ജീവിതം ഒരു എൻഡ് പോയിന്റിലേക്കാണ്. നമുക്ക് അതിന്റെ സ്പോയിലർ ഒന്നും പറയാൻ പാടില്ല. ഒരുപാട് പേര് കണ്ട സിനിമയാണ്. അപ്പൊ ശരിക്കും അത് സമൂഹം മുഴുവൻ കാണണം. എനിക്കത് പലപ്പോഴും മലയാളത്തിൽ ഡബ് ചെയ്തിറക്കണമായിരുന്നു തോന്നി. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, എനിക്ക് അറിയത്തില്ല പറയുന്നത് ശരിയാണെന്ന്, കുറെ സീനുകൾ മീൻസ് നെസസറി സീനുകളിൽ കട്ട് ചെയ്ത് കളഞ്ഞതുപോലെ എനിക്ക് തോന്നി. കാരണം ആ ഒരു മറ്റേ കാറിൻ്റെ അകത്തൊരു സീൻ ഉണ്ടായില്ല, കുറച്ച് വയലന്റ് ആണെങ്കിലും അതൊരു ആർട്ടിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ ഒരുപാട് ലൈക്ക് എക്സ്പ്രഷനും അദ്ദേഹത്തിന്റെ ആക്ടിങ്ങും ആ ഒരു സിനിമാറ്റിക് വേർഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയപ്പോ എനിക്ക് തോന്നി അത് നീ പറഞ്ഞ ശരിയാണ്. ഞാൻ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനോട് വളരെയധികം വിയോജിപ്പുള്ള ഒരു കാര്യം, ഓൾറെഡി സർട്ടിഫിക്കേഷന്റെ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 18+ ആണ് ഇത്, അതിന്റെ എ സർട്ടിഫിക്കറ്റ്. അഡൽട്സ് ഓൺലി ഉള്ള സിനിമയാണിത്. അഡൽട്സ് ഓൺലി 18 വയസ്സിന് മുകളിൽ പ്രായമായ ഒരാൾ മാത്രമേ സിനിമ കാണാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് ഇത് കട്ട് ചെയ്ത് കളയുന്നതെന്ന്. അത് നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത ഒന്നും അല്ലത്. ആ സിനിമ അവകാശപ്പെടുന്നുണ്ട്, അങ്ങനെ ഒരു ന്യൂഡിറ്റി സീൻ അവകാശപ്പെടുന്നുണ്ട്, അത്ര ഒരു ഹൊറർ വയലൻസ് അവകാശപ്പെടുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നില്ലേ. അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണെന്ന്. ആ സിനിമ അത് കട്ട് ചെയ്ത് തന്നെ ആ ഒരു പ്രധാന ഭാഗം, വളരെ ഹൊററായിട്ടുള്ളൊരു ഭാഗം, അതിന്റെ ആ സീൻ കട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ ഒരു പോർഷന്റെ ഇമ്പാക്ട് നഷ്ടപ്പെട്ടു. കാരണം ആ സിനിമ വളരെ ശക്തമായ ഒരു ആശയം സമൂഹത്തിന് കൊടുക്കുകയാണ്. അതിനെ കൊണ്ട് അവിടെ കത്രി വെക്കരുത്. ഇപ്പൊ സെൻസർ ബോർഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കിട്ടിയൊരു ഇൻസ്ട്രക്ഷൻ, നമ്മളൊരു ബലാത്സംഗ സീൻ, റേപ്പ് സീൻ വരുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഇടാം. കാരണം റേപ്സിന്റെ ഒരു കോൺസിക്വൻസ് ഭീകരമാണെന്നും അത് സൊസൈറ്റിക്ക് ഒരു തെറ്റാണെന്നുള്ള മെസ്സേജ് കൊടുക്കുകയും സത്യത്തിൽ ആ സീൻ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് സൊസൈറ്റിക്ക് ഉണ്ടാക്കുകയും ചെയ്യുവാണെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ സിനിമ അങ്ങനെയാണ് സംഭവിച്ചത് അല്ലേ? ഈ ശരിക്കും പറയുകയാണ്, ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് ഒരു മനോനിലയാണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. പ്രണയം, സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും അതൊരു വികാരമാണ്. ഈ ഒരു എക്സ്ട്രീമാണ് അല്ലേ?
അതെ, അതായത് ഈ ഒരു മനോനില ഉറങ്ങിക്കിടക്കുമ്പോഴേ ഇവളിലുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ വികാരം ഉണർന്നിട്ട് പറയുകയാണ്, എന്നിലുള്ള ഒരു മനോനില ഉറങ്ങുകയാണ്, നീ എന്നെ കൊന്നുകളയും എന്ന് പറയുന്ന തീവ്രമായൊരു സീൻ. അങ്ങനെ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് കത്രി കൊണ്ട് വെച്ച് കളയത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞാല് ശരിയാ, കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ അതൊരു ദേശവിരുദ്ധ സിനിമയല്ല, സംസ്കാരത്തിന് വിരുദ്ധമായ സിനിമയല്ല. സൊസൈറ്റി സിനിമ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റിയാണ്. നമ്മളെപ്പോഴും കണ്ണാടി തിരിച്ചു പിടിച്ചാൽ നിന്റെ മുഖം കണ്ടോളൂ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് നേരെ തിരിച്ചു പിടിച്ചതാണത്, അല്ലേ? അതെ, ഒരുപാട് ടൈപ്പ് ഓഫ് ഫിലിംസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമോഷനെ എടുത്തിട്ട് അവര് എത്രമാത്രം വലുതാക്കാവോ അത്രമാത്രം വലുതാക്കി അതിന്റെ എക്സ്ട്രീം ഇമ്പാക്ട്സ് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വളരെ അച്ചടക്കത്തോടെ കാണിച്ചെന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണിത്. പക്ഷെ അതിനെ അത്ര നന്നായിട്ട് അവർ ഭാഷ ഒരു പ്രശ്നമാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു റിവ്യൂ പലയിടത്തും വായിച്ചപ്പോഴാണ് ഞാൻ ചില സമയത്തൊക്കെ മിസ്സായി പോയിരുന്നത്. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കാണിച്ചാൽ മതി, ഞാൻ കണ്ട തിയേറ്ററിൽ അതില്ലായിരുന്നു. വലിച്ച് സ്ട്രെച്ച് ചെയ്യാൻ തോന്നുന്നു കുറച്ചത്. ഇല്ല, ആ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ഇതാണ്. 1.5:1 ആ പടം ഇറങ്ങിയിരിക്കുന്നത്. നല്ല രസം. എനിക്ക് ചെറിയ സ്ക്രീൻ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ, ആ സിനിമ തുടങ്ങിയത് 4 പേര് കൂടി സംസാരിക്കുന്നതാണ്. ആസ് എ ഫിലിം മേക്കർ എനിക്കത് മനസ്സിലാവും. ആ ഇരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഷോട്ട് എന്ന് പറഞ്ഞ ഷോട്ട് ഉണ്ട്. അതായത് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കാണുന്നത് നമ്മളെ ഒരു സ്ക്രീനിന്റെ ചെറിയൊരു ഇതിലാണ്. സാഹചര്യം ഏത് മുറി ഇരിക്കുന്നത് കാണാൻ പറ്റില്ല. കാരണം ഇവരുടെ സംസാരം തുടങ്ങുന്നതും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. 3 പേര് ഇരുന്നിട്ട് അവരുടെ ഒരു മീഡിയം ക്ലോസപ്പിലാണ് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം അവരിൽ ഒതുങ്ങി കിടക്കുകയാണ്. അവിടെ ആ സിനിമ തുടങ്ങുകയാണ്. ആ പൂച്ച ചാകുന്നത് മുതൽ അവന് അതിന്റെ മരണം പോലും അവനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അവിടെ തന്നെ സിനിമ പറയുന്നുണ്ടത്. പക്ഷെ അവർക്ക് വേണ്ടി പല രീതിയിലും സിനിമ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും. ചില ഷോട്ട് പോലും ചിലത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നുന്നു എന്തിനാണ് അത്, അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നത്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ആ സിനിമ, അല്ലേ? ഞാനത് എനിക്ക് കൂടുതൽ വിശദമായിട്ട് പറയണമെന്നുണ്ട്. അതിന്റെ ഓരോ സീനും അല്ല, അത് പറയാൻ പാടില്ല, കാരണം സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സിനിമ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞ അതിനകത്ത് ന്യൂഡിറ്റി ഉണ്ട്, അതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ട്. ഈ വയലൻസും ന്യൂഡിറ്റിയും ഒക്കെ റിയാലിറ്റിയാണ്. അതെ, പക്ഷെ നമ്മളിവിടെ കണ്ട വേർഷനാണ് അത് കുറെ കട്ട് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ എനിക്കൊന്ന് പേടിക്കുമെന്ന് തോന്നുന്നു. അതായത് സത്യത്തിൽ അതിനകത്ത് ഭയം എന്ന് പറയുന്നത് അതിന്റെ സൗണ്ട് ഒന്നുമല്ല, ആ സീനിന്റെ ഒരു യാത്രയാണ്. അതൊരു മനോനിലയാണ്, അല്ലേ? അതിനകത്തൊരു പ്രേതമില്ല, അതിനകത്ത് വേറെ സംഭവങ്ങളില്ല, ഒന്നുമില്ല. അത് ഒരുത്തന്റെ വികാരത്തെ മറ്റൊരിലേക്ക് അടിച്ചേൽപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ അസ്വസ്ഥതയാണ് അതിന്റെ ഹൊറർ. കഴിഞ്ഞ നമ്മുടെ സംസാരത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ട കാര്യം, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അവള് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവകാശമില്ല. നോ പറഞ്ഞ നോ ആയിരിക്കണം, അല്ലെ? പിന്നെ അത് പുറകെ നടന്ന് പോകുന്നത് ഒരു നല്ല ഏർപ്പാടല്ലത്. അതൊരു തെറ്റാണ്. അതൊരു ഞാൻ ഈ പറഞ്ഞ പോലെ അത് എന്റെ ശൂന്യത ഫില്ല് ചെയ്യാൻ നിന്റെ ജീവിതം ഞാൻ എടുത്ത് എന്നെ വെക്കാൻ പറ്റത്തില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നോ സത്യ, ആ സൗഹൃദം വേണ്ട, അല്ലെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടത്തില്ലാത്ത നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ പൊതുവെ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ നോ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നെ റിജക്ട് ചെയ്തു, അല്ലെ എന്തുകൊണ്ട് യെസ് പറഞ്ഞില്ല എന്നൊരു ആലോചിച്ച് നടക്കുന്ന കുറെ പേരുണ്ട്. എന്നിട്ട് അത് ചോദിക്കാൻ പോവാ, എന്തുകൊണ്ട് നീ എന്നെ റിജക്ട് ചെയ്തു, എന്തുകൊണ്ട് അതായി. അതും ഒരു ടൈപ്പ് ഓഫ് ഒബ്സഷന്റെ ഒരു ട്രൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നീ യഥാർത്ഥത്തിൽ നമ്മളോട് ചോദ്യം ചോദിക്കാം, ഞാൻ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അവൻ 2 ദിവസം ഫോൺ ചെയ്തില്ലെങ്കിൽ ഞാൻ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല. അതെ, അവനല്ലെങ്കിൽ അവള് എന്തുകൊണ്ട് മ്യൂട്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഇനി എന്നെ ഒഴിവാക്കിയതാണോ, എനിക്ക് അവളെ വേണം, ഞാൻ അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് വലിയ പ്രശ്നമാണ്. അതെ, അത് മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ മച്യൂരിറ്റി ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്കോ പോകുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ ഇപ്പം ഓരോരുത്തരുടെ സ്പേസ് ഉണ്ട്. അതും നമ്മുടെ ഈ ഫിലിം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സ്പേസസ് ഉണ്ട് ഒരു റിലേഷൻഷിപ്പിന്റെ ഇതില്. ഇപ്പം ഇതൊരു വിഷ്വലോ ആണെങ്കിൽ യഥാർത്ഥ സൊസൈറ്റിയിൽ അത് വേറെ മാനിപ്പുലേഷൻ ടെക്നിക്സുകളായിരിക്കും. ഒരു ലൈക്ക് മീൻസ് ഇല്ലാത്ത സ്നേഹം അവർക്ക് വേണ്ട എന്താണോ അത് പുറമേ കാണിച്ചിട്ട് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വന്നിട്ട് പിന്നീട് പ്രശ്നം വന്ന ഒരുപാട്. നിനക്കറിയാവുന്നറിയില്ലേ ഈ സംഭവം പോലെ തന്നെ എന്റെ ഒരു സമയത്തൊക്കെ പലരും ചെയ്തിട്ടുണ്ട് ഈ വശീകരണ മന്ത്രങ്ങള്, വശീകരണ ഭസ്മങ്ങള്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതായത് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ ആ പെണ്ണിനെ വശത്താക്കാൻ വേണ്ടി ചില കുതന്ത്രങ്ങളൊക്കെ ഉണ്ട്, ചില കൂടോത്രം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ. ചുമ്മാതൊന്നല്ല, അങ്ങനെ എനിക്കറിയത്തില്ല സംഭവമാണ്. പോകുന്ന വഴിയിൽ അത് വെക്കുക, മറ്റേ ചെയ്യുക, വശീകരണ മന്ത്രം ജപിച്ച് വരുത്തുക എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഈ ഒരു
ഒരു മൈൻഡ് ഭയങ്കര ഇതാവുമ്പോഴാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഇതാണ്. എന്തായാലും സത്യ ഈ നാട്ടുകാരൊക്കെ പറഞ്ഞ അമ്മയുടെ പ്രണയമില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എനിക്ക് അമ്മയുടെ പ്രണയമൊന്നുമില്ല. അമ്മയുടെ സ്നേഹമുണ്ട്, കുടുംബത്തോട് സ്നേഹമുണ്ട്. പ്രണയം ആവശ്യമില്ലാതെ ഒരു ഒബ്സഷനായിട്ട് മാറും. അതൊന്നും ആവശ്യം. എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. സത്യം അങ്ങനെ ആയിരിക്കണം. വരാൻ പോകുന്ന ആളെ ഒബ്സസ്ഡ് ആയിട്ട് ചെയ്യാതെ ഉൾക്കൊള്ളാൻ പഠിക്കുക. എന്തായാലും ഒബ്സഷൻ എന്ന സിനിമ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു സിനിമയാണ്. സത്യത്തിൽ കുടുംബമായിട്ട് പോയി കാണാൻ പറ്റില്ല. അതിനകത്ത് പല നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് വളരെ ന്യൂഡിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലായിട്ട് പോയി കാണാം. 18 വയസ്സിന് മേലുള്ളവർക്ക് അത് കാണേണ്ട സിനിമയാണ്. അത് സൊസൈറ്റിക്ക് വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. ഞങ്ങളിങ്ങനെ പടം കണ്ടപ്പോൾ എന്തായാലും ഒരു പബ്ലിക്കായിട്ട് സംസാരിക്കാമെന്ന് കരുതി. എന്തായാലും മലയാളത്തിൽ നിന്നൊക്കെ നല്ല സിനിമകൾ ജനിക്കട്ടെ. ആർക്കും പ്രണയം തോന്നുന്നത് ഒബ്സഷൻ ആകാതിരിക്കട്ടെ, അല്ലേ? ജീവിതം രസകരമാകട്ടെ. സത്യനാരായണൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ എനിവേ, അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലം ഇത് നിർത്താം. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.